നമസ്കാരം. ആത്മവിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും മികച്ച മാതൃകയായാണ് നിഷ ജോസ് കെ മാണിയെ സമൂഹം വിലയിരുത്തുന്നത്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് 2 പതിറ്റാണ്ടായി സജീവമായി നിൽക്കുകയാണ് നിഷ. തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെപ്പോലും അശോഭ്യമായാണ് ഇക്കാലം അത്രയും അവർ നേരിട്ടത്. രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ച നിഷ സാമൂഹ്യ പ്രവർത്തനമാണ് തൻ്റെ മേഖലയെന്ന് ഏറെ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞു. ശരീരത്തെ അർബുദം പിടിമുറുക്കിയപ്പോഴും അല്പം പോലും പതറാതെ മുന്നോട്ട് പോയവർക്ക് അനേകായിരങ്ങളാണ് മാനസിക പിന്തുണ നൽകിയത്. അതേസമയം ഇപ്പോൾ തനിക്ക് നേരെ ഉയരുന്ന ബോഡി ഷേമിങ്ങിനെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ് നിഷ. തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ബോഡി ഷേമിങ് നടത്തിയവരുടെ വിലാസമടക്കം പങ്കുവച്ചാണ് നിഷയുടെ പ്രതികരണം. സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രത്യക്ഷവും ആന്തരികവുമായ പല വ്യത്യാസങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവർക്ക് പോലും എളുപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ബോഡി ഷേമിങ് നടത്തിയവരോട് ആ അവസ്ഥയെപ്പറ്റി അവർ തുറന്നു പറയുന്നു. താനൊരു ക്യാൻസർ അതിജീവിതയാണ് എന്നത് ആക്ഷേപിക്കുന്നവർ ഓർക്കുന്നില്ലെന്നും നിഷ ജോസ് ഫേസ്ബുക്ക് വീഡിയോയിൽ പറയുന്നു. ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് കഴിയുന്നതെന്നതിനാൽ അത്തരം ആക്ഷേപങ്ങളും തനിക്ക് കേൾക്കേണ്ടി വരുന്നു. അതിനു പുറമെയാണ് ഇത്തരം ബോഡി ഷേമിങ് കൂടി കേൾക്കേണ്ടി വരുന്നത്. ബോഡി ഷേമിങ് നടത്തുന്നത് ആണത്തമല്ലെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ശരീരം തൻ്റെ സ്വകാര്യതയാണ്, സ്വകാര്യത തൻ്റെ അവകാശമാണ്. എന്നോടുള്ള അധിക്ഷേപം മാത്രമല്ല, നിരവധി സ്ത്രീകൾ ഇങ്ങനെ ബോഡി ഷേമിങ്ങിന് വിധേയരാകുന്നുണ്ട്. പ്രസവം കഴിഞ്ഞ് വണ്ണം വെച്ചവർ, 40-ന് ശേഷം മെനോപാസോടെ വണ്ണം വെച്ചവർ. എനിക്കാണെങ്കിൽ ക്യാൻസറിന് ശേഷം ഹോർമോൺ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ബോൾഡായി ലൈഫിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരും. ബോഡി ഷേമിങ് ഇന്ത്യൻ ശിക്ഷാ നിയമമനുസരിച്ച് കുറ്റകരമാണെന്നും അത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതായും നിഷ ജോസ് പറയുന്നു.